പുറപ്പാട് പുസ്തകം ഇത് ബൈബിളിലെ രണ്ടാമത്തെ പുസ്തകമാണ്. ഇതിന്റെ കഥ മുമ്പുള്ള പുസ്തകമായ ഉൽപ്പത്തിയിൽ നിന്നാണ് തുടരുന്നത്. അത് അവസാനിക്കുന്നത് അബ്രഹാമിന്റെ കൊച്ചുമകനായ യാക്കോബ് തന്റെ 70 പേരടങ്ങുന്ന കുടുംബത്തെ മിസ്രൈമിലേക്ക് നയിക്കുന്നതോടെയാണ്. ഇപ്പോൾ യാക്കോബിന്റെ 11ാമത്തെ പുത്രനായ യോസേഫ് രാജാവിന്റെ തൊട്ടുതാഴെയുള്ള ഉദ്യോഗസ്ഥനായി ഉയർത്തപ്പെട്ടു. അവൻ തന്റെ കുടുംബത്തെ മുഴുവനും ഒരു ക്ഷാമകാലത്തിൽ നിന്ന് രക്ഷിച്ചു. അതുകൊണ്ട് ഫറവോൻ എന്ന മിസ്രൈമിലെ രാജാവ് ആ കുടുംബത്തെ അവിടെ വന്ന് അഭയാർത്ഥികളായി താമസിക്കുവാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ഒടുവിൽ യാക്കോബ് മിസ്രൈമിൽ വെച്ച് മരിക്കുന്നു. പിന്നീട് യോസെഫും അവന്റെ എല്ലാ സഹോദരന്മാരും മരിക്കുന്നു. ഏകദേശം 400 വർഷങ്ങൾക്കു ശേഷമാണ് പുറപ്പാടിന്റെ കഥ ആരംഭിക്കുന്നത്. പുറപ്പാട് എന്ന ആ പേര് സൂചിപ്പിക്കുന്നത് പുസ്തകത്തിന്റെ ആദ്യ പകുതിയിലുണ്ടായ സംഭവത്തെയാണ്. അത് ഇസ്രായേലിന്റെ മിസ്രൈമിൽ നിന്നുള്ള ആ പുറപ്പാടിനെക്കുറിച്ചാണ്. എന്നാൽ പുസ്തകത്തിന് ഒരു രണ്ടാം ഭാഗമുണ്ട്. അത് സംഭവിക്കുന്നത് സീനായ് മലയുടെ താഴ്വരയിലാണ്. ഈ വീഡിയോയിൽ നാം ആദ്യ പകുതി മാത്രമാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഏറെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്രായേൽ മക്കൾ സന്താനസമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ടു. അങ്ങനെ ദേശം അവരെ കൊണ്ട് നിറഞ്ഞു. ഇപ്പോൾ ഈ വരി ദൈവം എല്ലാ മനുഷ്യവർഗത്തിനും ഏദൻ തോട്ടത്തിൽ നൽകിയ ആ അനുഗ്രഹത്തിന്റെ പ്രതിധ്വനിയാണ്. ഇത് നമ്മെ ഇതുവരെയുള്ള ബൈബിളിന്റെ വലിയ കഥയെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യവർഗം ദൈവത്തിന്റെ അനുഗ്രഹത്തെ പാപത്തിലൂടെയും മത്സരത്തിലൂടെയും നഷ്ടമാക്കി. അതുകൊണ്ട് ദൈവം അബ്രഹാമിന്റെ കുടുംബത്തെ മാധ്യമമായി തിരഞ്ഞെടുത്തു. അതിലൂടെ അവൻ മുഴുവൻ ലോകത്തിനുള്ള അനുഗ്രഹം പുനഃസ്ഥാപിക്കും. പക്ഷേ പുതിയ ഫറവോൻ ഇസ്രായേലിനെ ഒരു അനുഗ്രഹമായിട്ടല്ല കാണുന്നത്. അവൻ യഥാർത്ഥത്തിൽ ചിന്തിച്ചത് വർദ്ധിച്ചുവരുന്ന ഈ കുടിയേറിപ്പാർക്കുന്ന ഇസ്രായേൽ മക്കൾ തന്റെ അധികാരത്തിന് ഒരു ഭീഷണിയാണെന്നാണ്. അങ്ങനെ ഉൽപ്പത്തിയിൽ മനുഷ്യവർഗം ദൈവാനുഗ്രഹത്തിനെതിരായി മത്സരിച്ചതുപോലെ ഇവിടെ ഫറവോൻ ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അത് ഇസ്രായേലിലാണ്. അവൻ അവരെ ക്രൂരമായി അധ്വാനിക്കാൻ നിർബന്ധിച്ച് അവരെ അടിമകളാക്കുന്നു. പിന്നീട് അവൻ എല്ലാ ഇസ്രായേല്യ ബാലന്മാരെയും നൈൽ നദിയിൽ മുക്കിക്കൊല്ലുവാൻ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഫറവോനാണ് ഇതുവരെയുള്ള ബൈബിൾ കഥയിലെ ഏറ്റവും നീചനായ കഥാപാത്രം. അവന്റെ രാജ്യത്വം മനുഷ്യവർഗത്തിന്റെ ദൈവത്തിനെതിരെയുള്ള മത്സരത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഫറവോൻ സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് നന്മയെയും തിന്മയെയും പുനർനിർവചിച്ച് അത് നിരപരാധികളായ കുട്ടികളെ കൊല്ലുന്നതുപോലും അദ്ദേഹത്തിന് നല്ലത് എന്ന് തോന്നി. അങ്ങനെ മിസ്രയീം ഉൽപ്പത്തി പുസ്തകത്തിലെ ബാബിലോണിനേക്കാൾ വളരെ വഷളായി തീർന്നു. അങ്ങനെ ഇസ്രായേൽ ഇപ്പോൾ ഈ പുതിയ ബാബിലോണിനെതിരെ സഹായത്തിനായി നിലവിളിക്കുകയാണ്. പിന്നീട് ദൈവം അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. ദൈവം പ്രാരംഭമായി ഫറവോന്റെ തിന്മയെ കീഴ്മേൽ മറിക്കുന്നു. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു ഇസ്രായേല്യ അമ്മ തന്റെ ആൺകുട്ടിയെ നൈൽ നദിയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. പക്ഷേ ഒരു കൊട്ടയിലായിരുന്നു. അങ്ങനെ അവൻ സുരക്ഷിതമായി ഒഴുകി ഫറവോന്റെ സ്വന്തം കുടുംബത്തിൽ ചെന്നെത്തുന്നു. അവന് മോശെ എന്ന് പേരിടുന്നു. അവൻ അവസാനമായി ഫറവോന്റെ തിന്മയെ തോൽപ്പിക്കുവാൻ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്ന പുരുഷനായി വളരുന്നു. പ്രശസ്തമായ കത്തുന്ന മുൾപ്പടർപ്പിന്റെ കഥയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഫറവോന്റെ അടുക്കൽ ചെന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കുവാൻ ആജ്ഞാപിക്കുവാനായും അവനെ നിയമിക്കുന്നു. ഫറവോൻ തന്നെ എതിർക്കുമെന്ന് തനിക്കറിയാമെന്നും അതുകൊണ്ട് തന്റെ ന്യായവിധിയെ മിസ്രൈമിൽ ബാധയുടെ രൂപത്തിൽ കൊണ്ടുവരുമെന്നും ദൈവം പറയുന്നു. ശേഷം ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുമെന്നും പറയുന്നു. അങ്ങനെ നമ്മൾ കഥയുടെ അടുത്ത പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഇവിടെയാണ് ദൈവവും ഫറവോനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇപ്പോൾ ദൈവം പറയുന്നു അവൻ ഫറവോന്റെ ഹൃദയം കഠിനമാക്കുമെന്ന്. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? കഥയുടെ ഈ ഭാഗം അതീവ ശ്രദ്ധയോടും ക്രമമായും വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മോശയുടെയും ഫറവോന്റെയും ആദ്യ കണ്ടുമുട്ടലിൽ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടുവെന്ന് നമ്മോട് പറയുന്നു. ദൈവം എന്തെങ്കിലും ചെയ്തു എന്ന സൂചനയില്ല. അതിനു മറുപടിയായി ദൈവം ആദ്യത്തെ 5 ബാധകളെ അയക്കുന്നു. ഓരോന്നും ഫറവോനെയും അവന്റെ മിസ്രൈമ്യ ദൈവങ്ങളിൽ ഒന്നിനെയും ഏറ്റുമുട്ടുന്നു. ഓരോ തവണയും മോശ ഫറവോന് തന്നെത്താൻ താഴ്ത്തുവാനും ഇസ്രായേലരെ വിട്ടയക്കുവാനും അവസരം കൊടുക്കുന്നു. എന്നാൽ ഓരോ ബാധയ്ക്ക് ശേഷവും ഒന്നുകിൽ ഫറവോൻ അവന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി, അല്ലെങ്കിൽ അവന്റെ ഹൃദയം കഠിനപ്പെട്ടു. അവൻ ഇത് അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നു. അങ്ങനെ ഒടുവിൽ രണ്ടാമത്തെ 5 ബാധകളോടെയാണ് ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയതെന്ന് നാം കേൾക്കുവാൻ തുടങ്ങുന്നത്. കഥയുടെ ആശയം ഒരുപക്ഷെ ഇതായിരിക്കാം. ഫറവോൻ തന്റെ ഹിതത്തെ എതിർക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നുവെങ്കിലും ദൈവം എന്നിട്ടും അവന് ഈ അവസരങ്ങളെല്ലാം ശരിയായ കാര്യം ചെയ്യുവാനായി കൊടുത്തു. എന്നാൽ അവസാനമായി ഫറവോന്റെ തിന്മയിൽ നിന്ന് ഒരു മടങ്ങിവരവ് ഇല്ലാത്ത തലത്തിലെത്തി. അവന്റെ സ്വന്തം ഉപദേശകന്മാർ പോലും അവന് ഭ്രാന്ത് പിടിച്ചെന്ന് ചിന്തിച്ചു. ഈ ഘട്ടത്തിലാണ് ദൈവം ഫറവോന്റെ തിന്മയെ അവന്റെ വീണ്ടെടുപ്പിന്റെ ഉദ്ദേശങ്ങൾക്കായി തിരിക്കുന്നത്. ദൈവം ഫറവോനെ സ്വന്തം നാശത്തിനായി പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നു. അതേസമയം ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് അടുത്തതായി സംഭവിക്കുന്നത് അവസാന ബാധയോടുകൂടെ. അത് പെസഹായുടെ രാത്രിയായിരുന്നു. ദൈവം ഫറവോന് കാര്യങ്ങൾ കൂടുതൽ പ്രതികൂലമാക്കി. അവൻ ഇസ്രായേലിയരുടെ പുത്രന്മാരെ കൊന്നതുപോലെ ദൈവവും മിസ്രൈമിലെ ആദ്യജാതന്മാരെ ഒരു അവസാന ബാധയോടുകൂടെ കൊല്ലും. എന്നാൽ ഫറവോനിൽ നിന്നും വ്യത്യസ്തനായി ദൈവം രക്ഷപ്പെടാനുള്ള ഒരു ഉപാധി കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ നൽകുന്നു. അങ്ങനെ ഇവിടെ കഥ ഒന്ന് നിൽക്കുകയും വളരെ വിശദമായി നമ്മെ ഇസ്രായേലിന്റെ വാർഷിക ആചാരമായ പെസഹയെക്കുറിച്ച് വിവരിച്ചു തരികയും ചെയ്യുന്നു. ഇസ്രായേൽ മിസ്രൈം വിടുന്നതിനു മുൻപുള്ള രാത്രി അവർ ഒരു നിഷ്കളങ്കമായ കുഞ്ഞാടിനെ യാഗം കഴിച്ചു. അതിന്റെ രക്തം അവരുടെ വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും മുകളിലും പുരട്ടി. ദൈവമയച്ച ബാധ
മിസ്രൈമിൽ വന്നപ്പോൾ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട ഭവനങ്ങൾ എല്ലാം ഒഴിവാക്കപ്പെടുകയും അവിടുത്തെ പുത്രൻ രക്ഷപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് അന്നുമുതൽ എല്ലാ വർഷവും ഇസ്രായേല്യർ ആ രാത്രിയെ സ്മരിക്കുകയും ദൈവത്തിന്റെ നീതിയും കരുണയും ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ ഫറവോന് അവന്റെ അഹങ്കാരവും മത്സരവും കാരണം സ്വന്തം പുത്രനെ നഷ്ടപ്പെടുന്നു. അങ്ങനെ അവസാനം ഇസ്രായേലിനെ പോകുവാൻ അനുവദിക്കുന്നതിന് അവൻ നിർബന്ധിതനാകുന്നു. അങ്ങനെ ഇസ്രായേലിയ അടിമകൾ അവരുടെ പുറപ്പാട് മിസ്രൈമിൽ നിന്നും ആരംഭിക്കുന്നു. എന്നാൽ അവർ പുറപ്പെടുന്നതിനു മുമ്പേ ഫറവോൻ തന്റെ മനസ്സ് മാറ്റുന്നു. അവൻ തന്റെ സൈന്യത്തെ ഒരുമിച്ചുകൂട്ടി ഇസ്രായേലിനെ ഒരു അവസാന ഏറ്റുമുട്ടലിനായി പിന്തുടരുന്നു. അങ്ങനെ ഇസ്രായേലിയർ സമുദ്രജലത്തിൽ കൂടി സുരക്ഷിതരായി പോകുമ്പോൾ ഫറവോൻ തന്റെ സ്വന്തം നാശത്തിനായി അവരുടെ പുറകെ പോകുന്നു. പുറപ്പാടിന്റെ കഥ അവസാനിക്കുന്നത് ബൈബിളിലെ ആദ്യത്തെ സ്തുതിഗീതത്തോടെയാണ്. ഇതിനെ കടലിന്റെ ഗീതം എന്നാണ് വിളിക്കുന്നത്. അവസാനത്തെ വരി ഇങ്ങനെ പ്രസ്താവിക്കുന്നു: ദൈവം രാജാവായി വാഴുന്നു. പിന്നീട് ഈ ഗാനം ഒരു കവിത ചൊല്ലുന്ന രീതിയിൽ ദൈവരാജ്യത്തിന്റെ കഥ എന്തിനെക്കുറിച്ചാണെന്ന് പറയുന്നു. ഇത് എപ്രകാരമാണ് ദൈവം തന്റെ ലോകത്തിലെ തിന്മയെ നേരിടുവാനും തിന്മയ്ക്ക് അടിമകളായവരെ വീണ്ടെടുക്കുവാനുമുള്ള ഒരു ദൗത്യത്തിലാണ് എന്നതിനെക്കുറിച്ചാണ്. ദൈവം തന്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുവാൻ പോകുകയാണ്. അവിടെ അവന്റെ ദൈവിക സാന്നിധ്യം അവർക്കിടയിൽ വസിക്കും. ഈ കഥ ദൈവം തന്റെ ജനത്തിന്മേൽ രാജാവായി തീരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ്. ഇസ്രായേല്യർ അവരുടെ പാട്ടുപാടി കഴിഞ്ഞപ്പോൾ കഥ മറ്റൊരു തലത്തിലേക്ക് തിരിയുന്നു. ഇസ്രായേല്യർ സീനായ് മലയിലേക്കുള്ള യാത്രാമധ്യേ ഒരു മരുപ്രദേശത്തുകൂടി കാൽനട യാത്ര പോകുന്നു. അവർക്ക് വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. അവർ മോശയെയും ദൈവത്തെയും തങ്ങളെ രക്ഷിച്ചതിന് കുറ്റപ്പെടുത്തുന്നു. അവർ മിസ്രൈമിലെ ആ നല്ല ദിവസങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നുവെന്ന് പറയുന്നു. ഇത് ശരിക്കും വിഡ്ഢിത്തമാണ് അവർ കാണിക്കുന്നത്. അതിനാൽ ദൈവം കൃപാലുവായി വെള്ളവും ഭക്ഷണവും ഇസ്രായേല്യർക്ക് മരുഭൂമിയിൽ വെച്ച് നൽകുന്നു. എന്നാലും ഈ കഥകൾ മുന്നോട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തെയാണ് ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് നാം ഇപ്പോൾ ചിന്തിച്ചേക്കാം, ഇസ്രായേലിന്റെ ഹൃദയവും ഫറവോനെ പോലെ കഠിനമായി പോയോ എന്ന്. അത് നമുക്ക് കാണാം. എന്നാൽ ഇപ്പോൾ ഇതാണ് പുറപ്പാട് പുസ്തകത്തിന്റെ ആദ്യ പകുതി.